വെൽക്കം ടു കുക്കിംഗ് ഇറ്റ് സിമ്പിൾ. ഞാൻ ജെസ്സി. ഇന്ന് എത്തിയിട്ടുള്ളത് ഒരു ഈസി ആയിട്ടുള്ള നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള കൽത്തപ്പത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ്. പെർഫെക്റ്റ് ആയിട്ട് കൽത്തപ്പം ഉണ്ടാക്കുക എന്ന് പറയുമ്പം അതിന് ഇതുപോലെ ആറുകൾ വരണം. അതേപോലെ തന്നെ ഇതിൻ്റെ സൈഡിലും അടിഭാഗത്തൊക്കെ നന്നായിട്ട് മൊരിഞ്ഞിരിക്കണം. നടുഭാഗം നന്നായിട്ട് പൊങ്ങി വരണം. അതേപോലെ തന്നെ ഈ ഉള്ളിയും അതുപോലെ തേങ്ങാക്കൊത്തൊക്കെ മുകളിൽ ഇതുപോലെ നിൽക്കണം. നല്ല സോഫ്റ്റായിരിക്കണം. ഇതേപോലെ ഉണ്ടാവണം. അപ്പോൾ എളുപ്പത്തിൽ നിങ്ങൾക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നൊരു കാര്യമേ ഉള്ളൂ. ഈ പറഞ്ഞ റെസിപ്പി ഇതേപോലെ ഫോളോ ചെയ്താൽ മതി. ഇതിന് കുക്കറപ്പം എന്ന് പറയുന്നവരും ഉണ്ട്. അപ്പോൾ നമുക്കിതെങ്ങനെയാണ് ഉണ്ടാക്കുകയെന്ന് നോക്കാം. ഇതിനായിട്ട് ഞാൻ 1 കപ്പ് അരിയാണ് എടുത്തിട്ടുള്ളത്. ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് കൈമ അരിയാണ്, ജീരകശാല അരിയാണ്. നമ്മൾ ബിരിയാണിയൊക്കെ വെക്കുന്ന അരിയാണ്. ഇതല്ലാതെ നിങ്ങൾക്ക് ബസ്മതി അരിയോ സാധാരണ പച്ചരിയോ ഇതിനു വേണ്ടി ഉപയോഗിക്കാം. 250 ml കപ്പിൽ 1 കപ്പ് ഞാൻ എടുത്തിട്ട് നന്നായിട്ട് കഴുകിയിട്ട് 3 മണിക്കൂർ വെള്ളത്തിൽ കുതിരാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് 3 മണിക്കൂറിൽ കൂടുതൽ നിങ്ങൾക്ക് കുതിരാനായിട്ട് വെക്കാം. 8 മണിക്കൂറിൽ കൂടുതൽ വെക്കാതിരിക്കുക. അപ്പം ഇതിനൊരു പുളിമണം വരാനുള്ള ചാൻസ് ഉണ്ട്. ഇനി നമുക്കിത് ഊറ്റിയെടുക്കാം. ഇതിൽ തീരെ വെള്ളമില്ലാതെ ഇതുപോലെ ഊറ്റിയിട്ട് നമുക്കിത് അരച്ചെടുക്കണം. നമ്മളെടുത്തത് കൈമ അരി ആയതുകൊണ്ട് തന്നെ അതിന് പ്രത്യേകം ഒരു ടേസ്റ്റ് കൂടുതലായിരിക്കും. നിങ്ങൾക്ക് സാധാ പച്ചരി ഇതിന് വേണ്ടിയിട്ട് എടുക്കാം. വെള്ളം ഊറ്റിയെടുത്ത അരി ഞാൻ മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂണ് കുമിച്ചിട്ടുള്ള ചോറ് ഇട്ടിട്ടുണ്ട്. ഞാൻ മട്ട അരിയുടെ ചോറാണ് ഇട്ടിട്ടുള്ളത്. ഏത് ചോറ് വേണമെങ്കിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാം. അതുപോലെ തന്നെ ഞാൻ 3 ഏലക്കായ ഇട്ടിട്ടുണ്ട്. 1/2 ടീസ്പൂണ് ചെറിയ ജീരകം, നല്ല ജീരകമല്ലേ, അതിട്ടിട്ടുണ്ട്. 2 നുള്ളു ഉപ്പ്, ഒന്ന് ബാലൻസ് ആവാൻ വേണ്ടിയിട്ടാണ്. ഇത് അരയ്ക്കാൻ വേണ്ടിയിട്ട് നമുക്ക് 1 കപ്പ് വെള്ളമാണ് വേണ്ടത്. ഞാനിപ്പോൾ 1 കപ്പ് വെള്ളം മുഴുവനായിട്ട് ഇതിലേക്ക് ഒഴിക്കുന്നില്ല. കാരണം അപ്പോൾ നമുക്ക് നന്നായിട്ട് ഇത് അരച്ചെടുക്കാനായിട്ട് പറ്റില്ല. അപ്പോൾ ഈ ഒരു അരിയും സാധനങ്ങളൊക്കെ അരച്ചെടുക്കാനുള്ള പാകത്തിലുള്ള വെള്ളം മാത്രം ഒഴിക്കുക. എന്നിട്ട് ഇത് തരിയൊന്നുമില്ലാതെ നല്ല മയത്തിൽ ഇതുപോലെ അരച്ചെടുക്കുക. ഞാൻ മിക്സിയുടെ മീഡിയം ജാറിലാണ് അരച്ചെടുത്തിട്ടുള്ളത്. തരിയൊന്നുമില്ലാതെ നല്ല സോഫ്റ്റായിട്ട് വേണം അരയ്ക്കാനായിട്ട്. ഇനി നിങ്ങൾക്ക് ജീരകത്തിൻ്റെയോ ഏലക്കായൻ്റെയോ ടേസ്റ്റ് ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ഒഴിവാക്കാം കേട്ടോ. അത് ഫ്ലേവറിന് വേണ്ടിയിട്ടാണ് നമ്മൾ ചേർക്കുന്നത്. ആ 1 കപ്പ് വെള്ളത്തിൽ ബാക്കിയുണ്ടായിരുന്ന വെള്ളം കൂടെ ഞാൻ ഇതിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ 1 കപ്പ് അരിക്ക് 1 കപ്പ് വെള്ളമാണ് വേണ്ടത്. അരി നന്നായിട്ട് ഊറ്റിയെടുത്തതിന് ശേഷം മാത്രം അരയ്ക്കുക, ഇല്ലെങ്കിൽ വെള്ളം കൂടിപ്പോവും. ഇതിലേക്ക് ഞാൻ 3 വലിയ അച്ച് ശർക്കരയാണ് എടുത്തിട്ടുള്ളത്. ഇതിപ്പം വെയിറ്റ് പറയുകയാണെങ്കിൽ ഏകദേശം 250 ഗ്രാമിൻ്റെയും 300 ഗ്രാമിൻ്റെ ഇടയിലായിട്ട് വരും. ഇതൊരു പാകം മധുരം ഉണ്ടാവുക, ഒരുപാട് മധുരമൊന്നും ഉണ്ടാവില്ല. ഞാനിത് ഒന്ന് നമ്മൾ കുത്തുന്ന അമ്മിയില്ലേ, അതിലൊന്ന് കുത്തിയെടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/2 കപ്പ് വെള്ളം ചേർക്കുന്നുണ്ട്. നേരത്തെ നമ്മൾ അരി മെഷർ ചെയ്ത അതേ കപ്പിൽ 1/2 കപ്പ് വെള്ളം ചേർത്തിട്ട് ഇത് നമുക്കൊന്ന് ശർക്കര പാനിയാക്കിയിട്ട് എടുക്കണം. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിരുന്നാൽ മതി, എളുപ്പത്തിൽ തന്നെ പാനിയായി കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ശർക്കര ഒന്ന് കുത്തിയെടുക്കുന്നത്. ഇതുപോലെ കുറച്ച് ഡാർക്ക് കളറുള്ള ശർക്കര എടുത്തു കഴിഞ്ഞാൽ കൽത്തപ്പത്തിന് ഡാർക്ക് കളർ ഉണ്ടാവും. ഇനി നിങ്ങൾ മധുരം കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ ശർക്കര ചേർക്കാം. വെള്ളത്തിൻ്റെ അളവ് സെയിം ആയിട്ട് തന്നെ വെക്കുക. ഇതിപ്പോൾ നന്നായി മെൽറ്റായി പാനിയായി വന്നിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് അരിപ്പയിലൂടെ അരിച്ചെടുക്കാം. ശർക്കരയിൽ എന്തെങ്കിലും കരടോ പൊടിയോ ഒക്കെ ഉണ്ടെങ്കിൽ പോകാനായിട്ടാണ്. എന്നിട്ട് ഇതേ ചൂടോടുകൂടി തന്നെ ഈ ശർക്കരപ്പാനി അരിമാവിലേക്ക് ചേർത്ത് കൊടുക്കുക. അരിമാവിലേക്ക് ചേർക്കുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, മാവ് ഇളക്കിക്കൊണ്ട് വേണം ചേർക്കാനായിട്ട്. ഇല്ലാന്നുണ്ടെങ്കിൽ മാവ് കട്ട പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. ഏറ്റവും ബെസ്റ്റ് ഇതുപോലുള്ള ഒരു വിസ്ക് ഉപയോഗിച്ചിട്ട് ഇളക്കുന്നതാണ്. അപ്പോൾ എളുപ്പത്തിൽ തന്നെ മിക്സായി കിട്ടും. ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു കോരി ഉപയോഗിച്ചിട്ട് നന്നായിട്ട് ഇളക്കിക്കൊണ്ട് ശർക്കരപ്പാനി ചേർക്കുക. ചൂടോടുകൂടി തന്നെ വേണം ചേർക്കാനായിട്ട്. ഞാനിത് ഉണ്ടാക്കാനായിട്ട് 3 ലിറ്ററിൻ്റെ അലൂമിനിയം കുക്കറാണ് എടുത്തിട്ടുള്ളത്. വായ ഇതുപോലെ തുറന്ന കുക്കറാണെങ്കിൽ ഏറ്റവും നല്ലത്. അതിലേക്ക് 3 ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇങ്ങനെയുള്ള പലഹാരങ്ങൾക്ക് എപ്പോഴും വെളിച്ചെണ്ണയാണ് നല്ല ഫ്ലേവർ തരിക. ഇതിലേക്ക് ഞാൻ 2 ടേബിൾ സ്പൂണ് നമ്മുടെ തേങ്ങാക്കൊത്ത് ഇടുന്നുണ്ട്. പച്ച തേങ്ങ ചെറുതായി കനം കുറച്ച് അരിഞ്ഞെടുത്തിട്ടുള്ളതാണ്. ഇത് നമുക്കൊരു ലൈറ്റ് ബ്രൗൺ കളർ ആവുന്നത് വരെ ഒന്ന് വറുക്കാം, എന്നിട്ട് കോരിയെടുക്കാം. തേങ്ങാക്കൊത്ത് കൂടുതൽ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ കൂടുതൽ ചേർക്കാം കേട്ടോ. ഈ ഒരു കളറായി കഴിഞ്ഞാൽ നമുക്കിത് കോരിയെടുക്കാം. ഏറ്റവും ബെസ്റ്റ് അലൂമിനിയത്തിൻ്റെ കുക്കർ യൂസ് ചെയ്യുന്നതാണ്. സ്റ്റീലിൻ്റെ കുക്കറാണെങ്കിൽ അടിയിൽ പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അതുപോലെ നിങ്ങളുടെ കയ്യിൽ വലിയ കുക്കറാണുള്ളത്, 5 ലിറ്ററിൻ്റെ കുക്കറൊക്കെ ആണുള്ളതെന്നുണ്ടെങ്കിൽ ഇതേ അളവ് നേരെ ഡബിൾ ആക്കിയിട്ട്
ഉണ്ടാക്കുക. എല്ലാ ചേരുവകളെയും നേരെ ഡബിൾ ആക്കിയിട്ട് ഉണ്ടാക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇതേ ഹൈറ്റിൽ തന്നെയുള്ള കൽത്തപ്പം ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. ഇനി ഇതേ വെളിച്ചെണ്ണയിലേക്ക് ഞാൻ ഒരു 4 ചെറിയുള്ളി വട്ടത്തിൽ അരിഞ്ഞത് ചേർക്കുന്നുണ്ട്. ഇതും നമ്മൾ തേങ്ങാക്കൊത്ത് ചെയ്ത പോലെ തന്നെ നമുക്കൊന്ന് വറുത്തിട്ട് കോരണം. ഒരു ബ്രൗൺ കളർ ആവുന്ന സമയത്ത് ഇത് കോരിയെടുക്കുക. ഒരുപാട് ബ്ലാക്ക് കളറാവാൻ നിൽക്കരുത്, അപ്പം കരിഞ്ഞു പോവും. ഈ ഒരു സമയത്ത് നമുക്കിത് കോരിയെടുക്കാം. നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന അരിമാവിൻ്റെ കൂട്ടിലേക്ക് ഒരു 1/4 ടീസ്പൂണ് ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കുക. പ്രത്യേകം ശ്രദ്ധിക്കുക, ബേക്കിംഗ് സോഡയാണ് ചേർക്കേണ്ടത്. എന്നിട്ട് നന്നായിട്ട് ഇളക്കുക. ഈ ഒരു കൂട്ട് എന്നിട്ട് കുക്കറിൽ ബാക്കിയുള്ള ചൂടായിട്ടുള്ള വെളിച്ചെണ്ണയിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ബേക്കിംഗ് സോഡ ഏറ്റവും അവസാനം നമ്മൾ ഈ കൂട്ട് ഒഴിക്കുന്ന സമയത്താണ് ചേർക്കേണ്ടത്, മുന്നേ ചേർക്കരുത്. എന്നിട്ട് ഇതിന് മുകളിലായിട്ട് നമ്മൾ വറുത്ത് കോരി വെച്ചിട്ടുള്ള ആ തേങ്ങാക്കൊത്തും അതുപോലെ തന്നെ ചെറിയുള്ളിയും ചേർത്ത് കൊടുക്കുക. ഈ ഒരു സമയത്ത് ഞാൻ ഫ്ലെയിം ലോ ആക്കിയിട്ടാണ് വെച്ചിട്ടുള്ളത്. ഇനി നമുക്കിത് മൂടി വയ്ക്കാം. ഞാൻ കുക്കറിൻ്റെ വെയിറ്റ് എടുത്ത് മാറ്റിയിട്ടുണ്ട്, അതായത് വിസിൽ ഊരി വെച്ചിട്ടുണ്ട്. ആദ്യത്തെ 1 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ വയ്ക്കുക. ഏറ്റവും കൂടുതൽ ഫ്ലെയിം എത്രയാണോ അത്രയും ആക്കിയിട്ട് വയ്ക്കുക. ആ ഒരു സമയത്ത് നമുക്കിതിൻ്റെ ആരമൊക്കെ നന്നായിട്ട് വരും. അത് കഴിഞ്ഞാൽ ഫ്ലെയിം ഏറ്റവും ലോ ആക്കി വയ്ക്കുക. നമ്മുടെ ഗ്യാസിൻ്റെ നോബ് മുകളിലേക്കാക്കിയിട്ട് വളരെ ചെറിയ തീയിലാക്കിയിട്ട് 15 മിനിറ്റ് നമുക്കിതൊന്ന് വേവിച്ചിട്ട് എടുക്കണം. അപ്പോൾ ഇത് 15 മിനിറ്റ് വളരെ ചെറിയ തീയിൽ നമുക്ക് വേവിക്കാനായിട്ട് വയ്ക്കാം. നിങ്ങൾ ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തത് ബാക്കിയുണ്ടെങ്കിൽ താഴെയുള്ള ചുവന്ന സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യണം. അപ്പോൾ ഒരു ബെല്ലൈക്കൺ വരും, അത് ക്ലിക്ക് ചെയ്തിട്ട് അതിൽ നിന്ന് ഓൾ എന്ന ഓപ്ഷൻ എടുത്തു കഴിഞ്ഞാൽ ഞാൻ വീഡിയോസ് ഇടുമ്പോഴേക്കും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും. എല്ലാ തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും UAE ടൈം രാവിലെ 10:30 മണിക്ക്, അതായത് നാട്ടിലെ 12 മണിക്കാണ് ഞാൻ വീഡിയോസ് ഇടുന്നത്. 15 മിനിറ്റ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതുപോലെ കുക്കറിൻ്റെ വിസിൽ വെക്കുന്ന ഹോളിലൂടെ ഇങ്ങനെ ആവി വന്നുകൊണ്ടിരിക്കും. അതുപോലെ തന്നെ കലത്തപ്പം വെന്ത നല്ല മണവും ഉണ്ടാവും. ഈ ഒരു സമയത്ത് ഗ്യാസ് ഓഫ് ചെയ്യുക. എന്നിട്ട് കുക്കറിനെ അടുപ്പിൽ നിന്ന് മാറ്റിയിട്ട് വേറൊരു ഭാഗത്തേക്ക് വയ്ക്കുക. ചൂടൊന്നും ഇല്ലാത്തൊരു ഭാഗത്തായിട്ട് വേണം വെക്കാനായിട്ട്. നമ്മൾ അതേ അടുപ്പിൽ തന്നെ വെച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ അത് അടിയിൽ പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് 20 മിനിറ്റ് ഇതിങ്ങനെ തന്നെ വയ്ക്കുക. ഈ സമയത്ത് തുറക്കാൻ പാടില്ല. 20 മിനിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുക്കറിൻ്റെ മൂടി തുറക്കുക. ആ സമയത്ത് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും നടുവിലൊക്കെ നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. സൈഡിൽ പിടിക്കുക അടിയിൽ പിടിക്കുക ഒന്നും ചെയ്യില്ല. ഈ പറഞ്ഞ സമയത്ത് തന്നെ വെച്ചിട്ട് പറഞ്ഞ കാര്യങ്ങൾ അതേപോലെ ചെയ്യുക. നല്ല സോഫ്റ്റായിട്ടാണുള്ളത്. ഇത് നന്നായിട്ട് ചൂട് തണയണം. അതിനുശേഷം മാത്രം ഒരു കത്തി കൊണ്ടോ ഒരു സ്പാച്ചില കൊണ്ടോ സൈഡിൽ ഇതുപോലെ ഒന്ന് വിടിയിച്ച് കൊടുക്കുക. എന്നിട്ട് പുറത്തെടുക്കുക. ചൂടോടെ എടുത്ത് കഴിഞ്ഞാൽ ഇത് മുറിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. നന്നായിട്ട് ചൂട് തണഞ്ഞതിന് ശേഷം മാത്രം എടുക്കുക. അപ്പോൾ ഞാൻ ഇതാ പുറത്തേക്ക് എടുത്തിട്ടുണ്ട്. കുക്കറിൻ്റെ അടിയിലൊന്നും പിടിച്ചിട്ടില്ല. നല്ല നീറ്റായിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഈ കാണുന്ന ഹോളുകളൊക്കെ ആരുകളാണ്. നമ്മൾ കലത്തപ്പം മുറിച്ച് കഴിഞ്ഞാൽ ആ ആരുകളൊക്കെ നമുക്ക് നന്നായിട്ട് കാണാൻ പറ്റും. നടുവിലൊക്കെ നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. നല്ല സോഫ്റ്റായിട്ടാണ് ഉള്ളത്. സൈഡിലൊക്കെ മുരിഞ്ഞിട്ടുണ്ട്. നല്ല സോഫ്റ്റായിട്ടുള്ള കലത്തപ്പാണ്. ഇനി നമുക്കിത് മുറിച്ച് നോക്കാം. 3 ലിറ്റർ കുക്കറിൽ ചെയ്തുകൊണ്ട് തന്നെ ഇത് നല്ല ഹൈറ്റ് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. നിങ്ങൾ വലിയ കുക്കറിൽ ഇതേ അളവിൽ ചെയ്ത് കഴിഞ്ഞാൽ ഇത് പരന്നു പോവും. ഇത്ര ഹൈറ്റ് കിട്ടില്ല. അപ്പോൾ വലിയ കുക്കറിലാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ മെഷർമെൻ്റ് ഒക്കെ നേരെ ഡബിൾ ആക്കിയിട്ട് എടുക്കുക. അപ്പോൾ ഞാനിതാ മുറിച്ചെടുത്തിട്ടുണ്ട്. നല്ല സോഫ്റ്റായിട്ടുള്ള കലത്തപ്പാണ്. നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എത്രത്തോളം സോഫ്റ്റാണെന്നുള്ളത്. നന്നായിട്ട് വെന്തിട്ടുമുണ്ട്. പറഞ്ഞ സമയത്തിൽ അതേപോലെ തന്നെ ചെയ്താൽ മതി. നന്നായിട്ട് ആരുകളുള്ള ഒരു കലത്തപ്പത്തിൻ്റെ റെസിപ്പിയാണ്. വളരെ ഈസിയാണ് ഉണ്ടാക്കാനായിട്ട്. എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം. താങ്ക്